അപ്പൊ ഇത് നമ്മുടെ ജോഷിയാണ് കേട്ടാ. ജോഷിയേട്ടൻ KPC മാർക്കറ്റ് പാലിയേക്കരയിലത്തെ അല്ലമല്ലമായ ജോഷിയേട്ടനാണ്. KPCയുടെ നെടുന്തൂണായി നിൽക്കുന്ന ജോഷിയേട്ടനാണ്. അപ്പൊ ഈ ജോഷിയേട്ടനോട് 2 വാക്ക് ചോദിക്കാണ്. ഈ KPC മാർക്കറ്റ് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞ KPC മാർക്കറ്റിനെ കുറിച്ച് 2 വാക്ക് ജോഷിയേട്ടന്റെ നാവിൽ നിന്ന് പറയാം. നമ്മള് ഈ മാർക്കറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു രീതിയിലാണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഈ നാട്ടിലെ ജനങ്ങളും കച്ചവടക്കാരായ ഈ സഹോദരങ്ങളെല്ലാവരും ചേർന്ന് നമ്മൾ നല്ലൊരു രീതിയിലേക്ക് 1 വർഷമാകുമ്പോഴേക്കും ഈ മാർക്കറ്റിനെ എത്തിച്ചു കഴിഞ്ഞു. ഈ 2 വർഷം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലായിട്ട് 3 പച്ച മാർക്കറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ മീനിന്റെ ഐറ്റംസ് വരാനും ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടത്താനും ഞങ്ങൾക്ക് പ്രേരണയായത് ഞങ്ങളുടെ കച്ചവട സുഹൃത്തുക്കളായ ഈ ഇരിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ്. ഈ പിന്തുണയാണ് ഞങ്ങളുടെ ഈ മാർക്കറ്റിനെ നമ്പർ 1 മാർക്കറ്റാക്കി മാറ്റിയത്. ഈ കേരളത്തിലെ പച്ച മാർക്കറ്റില് ഏറ്റവും നല്ല മാർക്കറ്റായി തീരാനുണ്ടായ കാരണം ഈ സഹോദരങ്ങളുടെ സഹായങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും ഊർജം പകർന്നത്. ഇതുപോലെ ഒരുപാട് ജനങ്ങളുടെ ഒരു സഹായമാണ് ഞങ്ങൾക്ക് ഒന്നാമനായി നിൽക്കാനുള്ള ഒരു ശക്തി പകർന്നു കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തില് ഇവരോട് വളരെയധികം സ്നേഹവും എല്ലാവർക്കും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു ജോഷിയേട്ടൻ. അപ്പോ ജോഷിയേട്ടന്റെ വാക്കുകൾ കേട്ടില്ല എല്ലാവരും. അപ്പോ ഇതാണ് ജോഷിയേട്ടൻ. അപ്പോ എല്ലാവരും മാക്സിമം മീൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പാലിയേക്കര മാർക്കറ്റിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് 2ാം വാർഷികം പ്രമാണിച്ച് ഞങ്ങള് ഈ മാർക്കറ്റിലെ ബിരിയാണിയാണ് കൊടുക്കണേ. അപ്പൊ നമുക്ക് ബിരിയാണിയാണ് എല്ലാവർക്കും കൊടുക്കണത് ഇന്ന്. അപ്പൊ ഇത് വാലിബനാണ് ബിരിയാണിയാണ് സപ്ലൈ ചെയ്യണത്. വാലിബനാണ് ബിരിയാണി കൊടുക്കുന്ന ആള്. ബിരിയാണിയിലെ മേക്കേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. 2 പേര് ഇത് തലകെട്ട് സെപ്പറേറ്റ് തലകെട്ട് കെട്ടിയിട്ടുണ്ട്. അവരെ തിരിച്ചറിയാനായിട്ട് അവരാണ് മേക്കേഴ്സ്. കുക്ക് അതന്നെ മേക്കേഴ്സ് ഉദ്ദേശിച്ച നമ്മുടെ ഉല്ലാസ് ബ്രോ, അഖിൽ ബ്രോ ഇതിന് മുതലാളിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഓഫീസിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാം. അതായത് ഞങ്ങള് ഈ കച്ചവടം മാത്രമല്ല, ഈ ഇരിക്കുന്ന KPC മാർക്കറ്റിലെ രൂപേഷ് ചന്ദ്രൻ ഇവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വരെ എത്തിക്കാനുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിക്കാണ്. പിന്നെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഒരു പൊതുജന സേവനം കൂടി ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് സഹായ നിലയ്ക്ക് മത്സ്യം കൊടുക്കാനും അതുകൊണ്ട് അവരുടെ വീട്ടിൽ ഒരുപാട് ജനങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നും ഉപജീവനമാർഗം കഴിയുന്നവരുണ്ട്. അവരുടെയൊക്കെ നല്ല രീതിയിലുള്ള ഞങ്ങളുടെ സഹായങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വളരാനുണ്ടായ ഏറ്റവും ശക്തി. അതാണ് ഞാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ജോഷേട്ടൻ. നമ്മുടെ KPC മാർക്കറ്റ് വൻ വിജയത്തോടു കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2ാം വർഷം 2ാം വാർഷികം ഇനി അതേമാതിരി ആയിരിക്കും. എല്ലാവരും നമ്മളോടൊപ്പം ചേരുക, സഹകരിക്കുക. ഓക്കെ, ചേട്ടന്റെ അഭിപ്രായം കുറിച്ച് 2ാം അഭിപ്രായം പറയൂ സുഹൃത്ത്. നല്ല സൂപ്പർ മാർക്കറ്റാണ്, കുഴപ്പമില്ല, നല്ല വില കുറവാണ്, നന്നായിട്ട് പോകുന്നു. ചേട്ടൻ പറയും. നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്ന മാർക്കറ്റാണ്, ആദായ വിലയുണ്ട്, നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, യൂണിയൻ ചേട്ടനാണ് ഇവിടെ യൂണിയൻ വർക്ക് ചെയ്യുന്നതാണ്. മാർക്കറ്റിലെ യൂണിയനിലെ മീനിന്റെ കംപ്ലീറ്റ് ലോഡ് ഇറക്കുന്നത് ഇവരാണ്. എന്താണ് ചേട്ടന് പറയാനുള്ളത്? നമുക്കിവിടെ ഈ തൊഴിൽ സംരംഭം ഉണ്ടാക്കുന്ന KPC ഫിഷ് മാർക്കറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 19 തൊഴിലാളികൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഒരു അന്നത്തിനൊരു അർഹത ഉണ്ടാക്കി തന്ന ഈ KPC ഗ്രൂപ്പിനോട് ഒരുപാട് തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ ഐക്യത്തോടു കൂടി ഇവിടുന്ന് ഈ സന്തോഷം പങ്കിടുന്നതിൽ അതിയായ സന്തോഷം. 2ാം വർഷത്തിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഈ ജോഷിയേട്ടനും അതേപോലെ തന്നെ ലെനിനും സെബിയേട്ടനും എല്ലാവരും കൂടി വന്നിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ രൂപേഷേട്ടന്റെ അനിയനും ദീർഘായുസും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സന്തോഷം പങ്കിടാനും ഈ അന്നത്തിന് എല്ലാവരും പങ്കുവന്നതിന് എല്ലാവരും ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇത് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ആഗ്രഹം. ഓക്കെ, അപ്പൊ യൂണിയൻ ചേട്ടന്റെ ആളുടെ പേര് എനിക്കറിയില്ല. അപ്പൊ യൂണിയൻ ചേട്ടന്റെ വാക്കുകൾ കേട്ടിട്ടുള്ള എല്ലാവരും. അപ്പൊ 2 വാക്ക് എന്താ പറയണ്ടേ? എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് പറയും. ഇന്ന് മനസ്സിൽ നിന്ന് സന്തോഷപ്പെട്ട ദിവസമാണ് എനിക്ക്. ഞങ്ങളുടെ സുമേഷിന് 2ാം കൊല്ലം വാർഷികമായിട്ട് മാർക്കറ്റ് കൊണ്ടുനടക്കുന്നതിന് സന്തോഷമായിട്ട് ഇവിടെ വരുന്ന മാർക്കറ്റ് വരുന്ന തൊഴിലാളികൾ കംപ്ലീറ്റ് ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ്.
അത് നിങ്ങൾ ആ സന്തോഷമായിട്ട് അവർക്ക് ഇഷ്ടംമാതിരി കൊടുക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അവനോട് ഇഷ്ടമുള്ളവർക്ക് ആർക്കും വേണമെങ്കിൽ മാർക്കറ്റിൽ വരാം. പോരെ, മീനെ കുറിച്ചൊരു അഭിപ്രായം, മീൻ എങ്ങനെയാണ്? മീൻ വില കുറവ് എപ്പോഴും വില കുറവായിട്ട് മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. അത് മറ്റുള്ള മാർക്കറ്റ് പോലെയല്ല, നല്ല മീൻ തന്നെ നല്ല മീൻ തന്നെ അവിടെ കൊടുക്കുന്നത്. ഇവരാണ് ഈ KPC മാർക്കറ്റ് 2ാം വാർഷികത്തിനനുബന്ധിച്ച് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോ ബിരിയാണി മേക്ക് ചെയ്ത ഈ ചേട്ടനെ കുറിച്ച് 2 വാക്ക് ചോദിക്കാം. ബിരിയാണി അപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കണതാണോ അതോ ഇങ്ങനെയാ കാറ്ററിംഗ് ഉണ്ടോ? കാറ്ററിംഗ് ഉണ്ട്. അപ്പൊ പ്രവാസി കാറ്ററിംഗ് സർവീസ്. അതെവിടെയാണ് സ്ഥലം? വടക്കാഞ്ചേരി. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഈ കാറ്ററിംഗ്. അപ്പൊ നിങ്ങൾ തന്നെയാണോ സ്ഥിരമായിട്ട് ചെയ്യാറ്? ഇപ്പൊ 2ാം വാർഷികവും നിങ്ങൾ തന്നെ ചെയ്തോ? ഫസ്റ്റും നിങ്ങൾ തന്നെ ചെയ്താണല്ല? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? കുമരനെല്ലൂര്. വടക്കാഞ്ചേരി കുമരനെല്ലൂർ. അപ്പൊ നമ്പർ ഞാൻ ചേട്ടന് ചോദിക്കില്ല. അപ്പൊ നമ്പർ എന്റെ അടിയിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി ശരി.